ഇതര സഹോദര സമുദായങ്ങളോട് എന്തായിരിക്കണം നമ്മുടെ നിലപാട്? അവരുടെ കാര്യങ്ങളിലോ അവരുടെ ആഘോഷങ്ങളിലോ പങ്കെടുക്കാമോ തുടങ്ങിയ കാര്യങ്ങളോ 100% നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ, നമ്മുടെ ആചാര അനുഷ്ഠാന ആദർശങ്ങളിൽ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് പരസ്പരം ഒരുമിക്കാൻ പറ്റും. അതിന് ചരിത്രപരമായൊരു തെളിവും കൂടെ ഞാൻ പറയാം. ഞാനൊക്കെ എല്ലാ വർഷവും പോകുന്ന എൻ്റെ മുത്തശ്ശൻ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കാലം തന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഞാൻ 6ാം വയസ്സിലാണ് ശബരിമലയിലോട്ട് ആദ്യം പോകുന്നത്. അപ്പോൾ ശബരിമലയിൽ പോകുന്ന വഴി അയ്യപ്പന് ആത്മാർത്ഥമായൊരു സുഹൃത്തുണ്ട്, വാവർ എന്നാണ് പേര്. ഈ വാവറുടെ അച്ഛൻ്റെ പേര് അലി എന്നാണ്, അമ്മയുടെ പേര് പാത്തുമ്മ എന്നാണ്. ഇതൊരു പക്ഷേ എല്ലാവരും കേട്ട് കാണും. നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് കൂടി ഇന്നലെ പറഞ്ഞേ ഉള്ളൂ വാവരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും എല്ലാം. എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, ഞാൻ പലപ്പോഴും അത് പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. എരുമേലിയിൽ ഒരു അമ്പലവും പള്ളിയും ഒരുമിച്ച് നിൽക്കാറുണ്ട്. ലോകമാധ്യമങ്ങൾ അവിടെ വന്ന് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നതിനെ ഒക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അതിനേക്കാൾ സൂക്ഷ്മമായ തലത്തിലൊരു കാര്യമുണ്ട്. അവിടെ അയ്യപ്പന്റെ അമ്പലത്തിനുള്ളിൽ, അതായത് മുസ്ലിം പള്ളിയിലല്ല, അയ്യപ്പന്റെ അമ്പലത്തിനുള്ളിൽ വാവര് സ്വാമി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ബാവർ എന്നു പേരുള്ള വാവർ എന്ന നാമധാരിയായ അലിയുടെയും പാത്തുമ്മയുടെയും മകന് വേണ്ടി ഒരു നടയുണ്ട്. നട എന്ന് പറഞ്ഞാൽ ഷ്രൈൻ എന്നോ അല്ലെങ്കിൽ നട എന്ന് പറഞ്ഞാൽ ദർഗ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഇടമുണ്ട്. അവിടെ ഒരു വിഗ്രഹമോ പ്രതിമയോ ബിംബമോ ഒന്നും വെച്ചിട്ടില്ല. ഞാൻ 6 വയസ്സായിരുന്നപ്പോഴോ 6-6.5 വയസ്സായിരുന്നപ്പോഴാണ് പോകുന്നത്. ഞാൻ എൻ്റെ മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ അവിടെ എന്താ ഒന്നും ഇല്ലാത്തത്? ഇപ്പോഴും നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം. അതായത് അന്നല്ല, ഇന്നും ഈ AD 2025 ഓഗസ്റ്റ് 30 നിങ്ങൾക്ക് ചെന്ന് നോക്കിയാൽ അറിയാം, ഇന്നും അവിടെ ഒരു ആർച്ച് മാത്രമാണ്. അപ്പോൾ മുത്തശ്ശൻ എന്നോട് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സമുദായമാണ് ഇസ്ലാം. അവർ സഗുണാരാധനയിലോ ഈ രീതിയിലുള്ള ആരാധനയിലോ ഒന്നും അല്ല വിശ്വസിക്കുന്നത്. അവരുടെ മറ്റൊരു വിശുദ്ധമായ പാതയാണ്. നമ്മുടെ പൂർവികർ വാവരെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ വാവർക്കു കൂടി ഹലാലായ രീതിയിൽ ആദരിക്കണം. അതായത് പള്ളിക്കുള്ളിലല്ല, അമ്പലത്തിനുള്ളിൽ വാവർക്ക് ഹറാമല്ലാത്ത രീതിയിൽ ആദരിക്കണം. വാവരെ ഓർക്കുമ്പോൾ വാവർക്കു കൂടി യോജിച്ച രീതിയിൽ ആദരിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ പൂർവികർ അത് ചെയ്തതാണ്. ഇന്നും ആ വാവര് നട അവിടെയുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ്. അയ്യപ്പൻ ഹിന്ദുവാണ്, വാവര് മുസ്ലിമാണ്. ഇവരുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, വെളുത്ത ക്രിസ്ത്യാനിയാണ്. ഈ രീതിയിലുള്ള ബഹുസ്വരതയാണ് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാനം. നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിൻ്റെ ആത്മീയ, അതിൻ്റെ നിഷ്ഠകളിൽ, ആചാരാനുഷ്ഠാന പദ്ധതികളിൽ, ആദർശങ്ങളിൽ ഒട്ടും വെള്ളം ചേർക്കാതെ, എന്നാൽ ബഹുസ്വരതയുടെ പരസ്പര സഹകരണത്തിൻ്റെ യോജിപ്പിൻ്റെ മേഖലകൾ കണ്ടെത്തി നമുക്ക് പോകാൻ കഴിയും. ഇതൊരു പുതിയ ഇന്നോവേഷൻ ഒന്നുമില്ല, പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നൊന്നുമല്ല. ഈ നാടിൻ്റെ DNA അതാണ്, ഈ നാടിൻ്റെ ചരിത്രം അതാണ്, ഈ നാടിൻ്റെ അടിസ്ഥാനം അതാണ്. ഇതാണ് 2ാമത്തെ പോയിന്റ്. ഇനി എനിക്ക് 11 മിനിറ്റ് ഉണ്ട്, ബാക്കി 2 പോയിന്റുകളും കൂടി. എവിടെയാണ് നമുക്കിത് കൈമോശം വരുന്നത്? എവിടെയാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുക? എവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൈമോശം വരുന്നത്? നമ്മുടെ നാട്ടിൽ സ്ഥിരം എന്ന് കേൾക്കുന്ന വാഗ്വാദമാണ്. ഒരു ഭാഗത്ത് നമ്മുടെ സെന്റർ ലെഫ്റ്റ് എന്ന് വിളിക്കുന്ന മധ്യ ഇടതുപക്ഷം മതേതരത്വമെന്നും, അപ്പുറത്ത് നിൽക്കുന്ന വലതുപക്ഷ ശക്തികൾ വർഗീയതയെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അടിസ്ഥാനം എടുത്തു നോക്കിയാൽ നമ്മളെല്ലാം വളരെ ആദരവോടെ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ കൊടി. ഞാൻ എൻ്റെ എല്ലാ വേദികളിലും പോയി പറയാറുണ്ട്, ഈ ഇന്ത്യൻ കൊടിയുടെ അർത്ഥം എന്താണ്? ഈ ഇന്ത്യൻ കൊടിയുടെ അർത്ഥമെന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ കേൾക്കുന്നത്, ഇതിലെ കുങ്കുമ കാവി നിറം ധൈര്യവും ത്യാഗസന്നദ്ധതയുമാണ്. ഇതിലെ വെള്ള നിറം സമാധാനമാണ്. ഇതിലെ പച്ച നിറം ഭാരതഭൂമിയുടെ ഫലഭൂയിഷ്ഠതയാണ്, ഫെർട്ടിലിറ്റി ആണെന്നാണ്. ഇങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ കൊടി വിഭാവനം ചെയ്ത നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ഈ കൊടി ഡിസൈൻ ചെയ്ത പിങ്കാളി വെങ്കയ്യയും കൃത്യമായി ഇതിന്റെ അർത്ഥം ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏപ്രിൽ 13, 1921 രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതുന്നു, കുറച്ചു കാലമായി ഒരു കൊടിയുടെ കാര്യം മുസല്ലി പട്ടണക്കാരനായ, ഇന്നത്തെ ആന്ധ്രാപ്രദേശുകാരനായ പിങ്കാളി വെങ്കയ്യ എന്നോട് പറയുന്നുണ്ട്. ഞാനപ്പം പിങ്കാളി വെങ്കയ്യയോട് പറഞ്ഞു, എനിക്ക് നീ 2 നിറത്തിലുള്ള കൊടിയാണ് തരേണ്ടത്. ഒരു കാവി കുങ്കുമ നിറം ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യാനും പച്ച മുസ്ലിങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ, അങ്ങനെ ഒരു കൊടി നീ എനിക്ക് തരണം. അങ്ങനെ പിങ്കാളി വെങ്കയ്യ ഒരു കൊടി ഡിസൈൻ ചെയ്യുകയാണ്. എന്നിട്ട് മഹാത്മാഗാന്ധി അന്നത്തെ കോൺഗ്രസ് യോഗത്തിന് എത്താൻ സമയം താമസിക്കുകയാണ്. മഹാത്മാഗാന്ധി എന്ന് എഴുതിയിട്ടുള്ളതാണ്, ഞാൻ എത്താൻ സമയം താമസിച്ചു, അതുകൊണ്ട് എനിക്ക് ഈ കൊടി പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം പല ചരിത്രരേഖകളും ചൂണ്ടിക്കാണിക്കുന്നത് മൗലാന അലി എന്നൊരു വ്യക്തി മഹാത്മാഗാന്ധിയോട് പറയുന്നുണ്ട്, മഹാത്മാവേ, ഈ 2 നിറങ്ങൾ മാത്രം പോരല്ലോ, നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമല്ലല്ലോ, ഈ നാട്ടിൽ ക്രിസ്ത്യാനികളും ബാക്കി എല്ലാവരും ഉണ്ട്, നമുക്ക് അവരെയും കൂടെ പ്രതിനിധാനം ചെയ്യാൻ ഒരു നിറം വേണമെന്ന്.
അങ്ങനെയാണ് മഹാത്മാഗാന്ധി പിന്നീട് വെള്ള അതിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ കുങ്കുമവും കലർന്ന അല്ലെങ്കിൽ വെള്ളയും പച്ചയും കൂടെ ചേർത്ത് മഹാത്മാഗാന്ധി ഏപ്രിൽ 13, 1921 യങ് ഇന്ത്യയിൽ എഴുതുന്നുണ്ട്, ഇന്ത്യയുടെ കൊടി മതസൗഹാർദ്ദത്തിന്റെ കൊടിയാണ്, ബഹുസ്വരതയുടെ കൊടിയാണ്. ഇതിന്റെ കൗതുകകരമായ ചരിത്രം 1931-32 അന്നത്തെ കോൺഗ്രസ്സുകാർ ഒരു ഫ്ലാഗ് കമ്മിറ്റി ഉണ്ടാക്കും. ഈ ഫ്ലാഗിനെ കുറിച്ച് തർക്കമുണ്ടായ കാലത്ത് മഹാത്മാഗാന്ധി ആദ്യം ആശയം കൺസീവ് ചെയ്തതിൽ ഏകദേശം 1 ദശാബ്ദം കഴിഞ്ഞു. ആ ഫ്ലാഗ് കമ്മിറ്റിയിൽ 7 പേരുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പരിശുദ്ധ ഖുർആൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ് അടക്കമുള്ള 7 പേരുണ്ട്. അവർ കൂടിച്ചേർന്ന് തീരുമാനിക്കും. ഓർക്കുക, അന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ റെപ്രസെന്റേറ്റീവായ മൗലാന ആസാദ്, ഇടതു പുരോഗമനവാദിയായ ലെഫ്റ്റ് ലിബറൽ പ്രോഗ്രസീവായ നെഹ്റുജി, ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് തീരുമാനിക്കും, കുറെ തർക്കങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു കാവി പതാക മാത്രം മതി ഇന്ത്യക്ക് എന്ന്. അവരാ 7 അംഗ കമ്മിറ്റി അങ്ങനെ തീരുമാനിക്കും. ഒരുപക്ഷെ മൗലാന അബുൽ കലാം ആസാദ് അതിനോട് സമ്മതിക്കുന്നത് ഇനി ഈ നിറത്തിന്റെ പേര് നമ്മൾ അടികൂടണ്ട, എന്ത് നിറമായാലും എന്താ, നമുക്ക് ഒരുമിച്ച് നിന്നാൽ മതി എന്ന് വിചാരിച്ചായിരിക്കണം. പക്ഷേ ഗാന്ധിജി പറയും അത് പറ്റൂല, നിങ്ങൾക്കത് മതിയായിരിക്കും, പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ കൊടിയിൽ എനിക്ക് ആ ബഹുസ്വരതയും ആ വ്യത്യസ്ത വർണ്ണങ്ങളും വേണം. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനം. ആ രീതിയിൽ മതസൗഹാർദ്ദത്തിനും ബഹുസ്വരതയ്ക്കും ഊന്നൽ കൊടുത്ത് നമുക്ക് പോകാൻ കഴിയണം.